ഇതൊരു പാരനോർമൽ ഗെയിമാണ്. ഇന്റർനെറ്റിൽ വളരെ വൈറലായ ഗെയിം. കൂടാതെ ഇതൊരു അർബൻ ലെജൻഡാണ്, നാടോടി കഥ. പണ്ട് നടന്ന ഏതെങ്കിലും ഒരു വിഷയം, സംഭവം, അതിന് പിറകിൽ ഇതാണ് കാരണമെന്ന് പറഞ്ഞ് അതിനെ വലുതാക്കി കാണിക്കും. അങ്ങനെ ഈ ഗെയിമിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ദ ബേബി ബ്ലൂ ചാലഞ്ച്. ഇതൊരു അർബൻ ലെജൻഡ് ആയതുകൊണ്ട് തന്നെ ചിലർ ഇത് വിശ്വസിക്കും, മറ്റു ചിലർ ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് തള്ളിക്കളയും. സത്യത്തിൽ ഈ ബേബി ബ്ലൂ ആരാണെന്നറിയില്ല, ആ കുഞ്ഞിന്റെ പേരെന്താണെന്ന് കറക്റ്റ് അറിയില്ല, എവിടെയാണ് ഈ സംഭവം നടക്കുന്നതെന്ന് അറിയില്ല. എന്നാൽ ഈ കുഞ്ഞ് എങ്ങനെ മരിച്ചു എന്നതിന് ഇന്റർനെറ്റിൽ തന്നെ വളരെ വ്യക്തമായി ഒരു കഥ പറയുന്നുണ്ട്. ഇതും 100% ശരിയെന്നൊരിക്കലും പറയാൻ കഴിയില്ല. ഇതിലും ചില കാര്യങ്ങൾ കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഈ ബേബി ബ്ലൂ ചാലഞ്ചിനെ അടിസ്ഥാനമാക്കി ഒരു കഥയല്ല ഉള്ളത്. ഇന്റർനെറ്റിൽ തന്നെ ഇതിന് പല കഥകൾ പറയുന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ബേബി ബ്ലൂ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞിന്റെ കണ്ണുകൾ കാണാൻ നീല നിറത്തിലായിരിക്കും, നല്ല നീല നിറമായിരിക്കും, കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കും. ഈ കഥകൾ എവിടെയാണ് നടന്നത്, ആർക്കാണ് സംഭവിച്ചത്, അവരുടെ പേരുകളോ വിവരങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ ലൈക്കായിരിക്കും എനിക്ക് കിട്ടുന്ന സപ്പോർട്ട്. മാത്രമല്ല, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരമ്മ, ആ അമ്മ തൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കാനേ ഇല്ല. സ്വന്തം കുഞ്ഞാണ് എങ്കിൽ പോലും ആ കുഞ്ഞിനെ നന്നായി ശ്രദ്ധിക്കില്ല. എപ്പോഴും കണ്ണാടി നോക്കി ഒരുങ്ങിക്കൊണ്ടിരിക്കും. ലിപ്സ്റ്റിക് എടുക്കുക, മുടി ചെയ്യുക, ഐലൈനർ വരയ്ക്കുക, ഇങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കി, സ്വന്തം സൗന്ദര്യം മാത്രം നോക്കിക്കൊണ്ടിരിക്കും. ആ കുഞ്ഞ് കരഞ്ഞാൽ പോലും പാല് കൊടുക്കില്ല. എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ പിന്നെ രാത്രിയായിരിക്കും വരിക. രാവിലെ മുതൽ രാത്രി വരെയും കുഞ്ഞ് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. തൊട്ടിലിൽ കിടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, കുഞ്ഞ് രാവിലെ മുതൽ രാത്രി വരെയും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വിശന്നാണ് കരയുന്നത്. പക്ഷെ അമ്മയോ രാവിലെ പോയാൽ പിന്നെ രാത്രി മാത്രമേ വരികയുള്ളൂ. രാത്രി വന്നു കഴിഞ്ഞാലാണ് പാല് കലക്കി കുഞ്ഞിന് കഴിക്കാനായി കൊടുക്കുക. അങ്ങനെ ഒരു ദിവസം ഈ അമ്മ കണ്ണാടി നോക്കി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ധൃതിയിൽ എവിടെ പോകാനായി ഒരുങ്ങുന്നു. അതേസമയം തൊട്ടിലിൽ കിടന്ന കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിർത്താതെ കരയുന്നു. പെട്ടെന്ന് ഈ അമ്മയ്ക്ക് ദേഷ്യം വന്നു. ധൃതിയിൽ എവിടെ പോകാനാണ് ഒരുങ്ങുന്നത്, പക്ഷെ അതിനിടയിൽ ഈ കുഞ്ഞെന്താണ് ഇങ്ങനെ കരയുന്നത് എന്ന് ഒരുപാട് ദേഷ്യം തോന്നി. കുഞ്ഞാണെങ്കിൽ വിശന്നാണ് കരയുന്നത്, നിർത്താതെ കരയുന്നുമുണ്ട്. കുഞ്ഞിന്റെ ശബ്ദം കേട്ട് ദേഷ്യം വന്ന ആ അമ്മ തന്റെ കയ്യിലുണ്ടായിരുന്ന പെർഫ്യൂം ബോട്ടിലെടുത്ത് ആ കണ്ണാടിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ തന്നെ ആ കണ്ണാടി പൊട്ടി തവിട് പൊടിയായി. ആ സെക്കൻഡിൽ തന്നെ കുഞ്ഞിന്റെ കരച്ചിലും നിന്നു. അതിനുശേഷം ആ കുഞ്ഞ് കരഞ്ഞതേയില്ല. ആ അമ്മയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരുങ്ങിയ പാതി ഒരുങ്ങാത്ത പാതി വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അന്നത്തെ ദിവസം രാത്രിയായി. വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലാണെങ്കിൽ ലൈറ്റ് ഒന്നും തന്നെ ഇല്ല, മുഴുവനും ഇരുട്ടായി കിടക്കുന്നു. ആ സമയത്താണ് ആ അമ്മ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. താൻ എപ്പോഴും വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ കുഞ്ഞ് കരയുന്നുണ്ടാകും. പക്ഷെ ഇപ്പോൾ ആ കരച്ചിലൊന്നും തന്നെ കേൾക്കുന്നില്ല. റൂമിനകത്തേക്ക് പതുക്കെ പോവുകയാണ്. തൊട്ടിലിനെ നോക്കി. തൊട്ടിലാണെങ്കിൽ ആടുന്നുമില്ല, അനങ്ങുന്നുമില്ല. കുഞ്ഞിന്റെ കരച്ചിലാണെങ്കിൽ കേൾക്കുന്നുമില്ല. തൊട്ടിനടുത്തേക്ക് ചെന്നു കുഞ്ഞിനെ നോക്കി. കുഞ്ഞാണെങ്കിൽ മുകളിലേക്ക് നോക്കിയ പോലെ കണ്ണും തുറന്ന് കിടപ്പുണ്ട്. പക്ഷെ യാതൊരു അനക്കവുമില്ല. ആ കുഞ്ഞിനെ കയ്യിലേക്ക് എടുക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചു നോക്കി. യാതൊരു ചലനവുമില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ആ അമ്മ കണ്ടത് കുഞ്ഞിന്റെ കഴുത്തിലായി ഒരു വെട്ടുകൊണ്ട പാട് കിടപ്പുണ്ട്. കൂടാതെ ആ കഴുത്തിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുമുണ്ട്. അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് കുഞ്ഞ് മരിച്ചുവെന്ന്. സത്യത്തിൽ ആ കുഞ്ഞ് എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ, രാവിലെ ഒരുങ്ങുന്ന സമയത്ത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ദേഷ്യം തോന്നി ആ പെർഫ്യൂം ബോട്ടിലെടുത്ത് കണ്ണാടിയിലേക്ക് എറിഞ്ഞപ്പോൾ കണ്ണാടി ചില്ലിയായി പൊട്ടി.
അതിലെ ഒരു കണ്ണാടി ചില്ല് തെറിച്ച് കുഞ്ഞിന്റെ കഴുത്തിലും കൊണ്ടു. അങ്ങനെ കഴുത്ത് മുറിയുകയും അപ്പൊ തന്നെ കുഞ്ഞ് മരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ കണ്ണാടി പൊട്ടി ആ സെക്കൻഡ് തന്നെ കുഞ്ഞിന്റെ കരച്ചിലും അവസാനിച്ചത്. അവരാ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്റെ കുഞ്ഞ് മരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലും അറിയാതെയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. ആ അമ്മയ്ക്ക് തന്റെ കുഞ്ഞിന്റെ ഈ ഒരു അവസ്ഥ കണ്ട് വല്ലാത്ത ദുഃഖം തോന്നി. ആ തുറന്നിരിക്കുന്ന നീല കണ്ണുകൾ കാണുന്തോറും വല്ലാത്ത കുറ്റബോധം തോന്നി. ഇതെന്റെ കുഞ്ഞല്ലേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ നന്നായി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിന് സമയത്തിന് പാല് കൊടുക്കേണ്ടതായിരുന്നു. അവനെ കരയാൻ അനുവദിക്കരുതായിരുന്നു. ഇങ്ങനെ പല ചിന്തകൾ അവരുടെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരുന്നു. ദുഃഖം താങ്ങാനാകാതെ ആ പൊട്ടിയ ചില്ലുകളിൽ ഒന്നെടുത്ത് സ്വന്തം കഴുത്തറുത്ത് ആ അമ്മയും മരിച്ചു. ഇപ്പോഴാ വീട്ടിൽ ആ അമ്മയും മരിച്ചു, കുഞ്ഞും മരിച്ചു. ഇതാണ് ഒരു കഥ. ഈ ബ്ലൂ ബേബി ചലഞ്ചിന് മറ്റൊരു കഥ കൂടെ ഇന്റർനെറ്റിൽ പറയുന്നുണ്ട്. അതും ഇതുപോലെ എവിടെയാണ് നടന്നത്, എപ്പോഴാണ് നടന്നത് എന്നൊന്നും തന്നെ ഇല്ല. ഡെയ്സി ബേബി എന്ന ഒരു പെൺകുട്ടി ഒരു കൗമാരക്കാരിയാണ്. അവൾ ഒരു സൈനികനെ പ്രണയിച്ചു. രണ്ടുപേരും വല്ലാത്ത പ്രണയത്തിലായിരുന്നു. ഒരു ഘട്ടത്തിൽ രണ്ടുപേരും വിവാഹം കഴിക്കുകയും ചെയ്തു. അവർക്കൊരു കുഞ്ഞും ജനിച്ചു. അങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൈനികന് തന്റെ ഓഫീസിൽ നിന്നും കോൾ വരികയാണ്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം, ഇവിടെ യുദ്ധം നടക്കുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്, വേഗം വരണമെന്ന് ആവശ്യപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാതെ ആ സൈനികൻ തിരികെ പോയി. പക്ഷെ ഇതവൾക്ക് വല്ലാത്ത ദുഃഖം കൊടുത്തു. ഇത്രനാളും തന്റെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് പെട്ടെന്ന് തന്നെ വിട്ടു പോയപ്പോൾ അവൾക്കത് താങ്ങാനായില്ല. ഇതെല്ലാത്തിനും കാരണം ഈ കുഞ്ഞാണെന്ന് അവൾ വിശ്വസിക്കാൻ തുടങ്ങി. തന്റെ ഭർത്താവിനെ അവൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം ആ കുഞ്ഞിനെ വെറുക്കാൻ തുടങ്ങി. ഈ കുഞ്ഞു കാരണമാണ് തന്റെ ഭർത്താവ് ഇപ്പോൾ തന്റെ കൂടെ ഇല്ലാത്തതെന്ന് വരെ അവൾ ചിന്തിച്ചു. അങ്ങനെ വെറുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്കൊരു കോൾ വരുന്നു. അതിൽ പറഞ്ഞത് യുദ്ധത്തിനിടയിൽ നിങ്ങളുടെ ഭർത്താവ് മരിച്ചു എന്നാണ്. ഇതുകൂടെ കേട്ടപ്പോൾ അവളുടെ സമനില തെറ്റി. ഇതിനും കാരണം കുഞ്ഞാണെന്ന് അവൾ വിശ്വസിച്ചു. ആദ്യം തന്റെ ഭർത്താവ് തന്നെ വിട്ടുപോയി, ഇപ്പോൾ ഈ ലോകം വിട്ടു തന്നെ പോയെന്ന് ആ കുഞ്ഞിനോട് അവളുടെ ദേഷ്യം കാണിക്കാൻ തുടങ്ങി. വല്ലാത്ത മാനസികാവസ്ഥയിലായി ഭ്രാന്തി പിടിക്കുകയും ചെയ്തു. ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക, കരയുക, ചിരിക്കുക. തന്റെ കുഞ്ഞിനെ അവൾ ശ്രദ്ധിച്ചതേയില്ല. കുഞ്ഞ് കരയുന്നത് പോലും ശ്രദ്ധിച്ചില്ല. കുഞ്ഞ് അമ്മയുടെ സ്നേഹത്തിനായി യാചിക്കുന്നത് പോലും അവളുടെ കണ്ണിൽ കണ്ടില്ല. അങ്ങനെ ഒരു സമയം തന്റെ വിവാഹ ഫോട്ടോ അവൾ കാണുകയാണ്. അതുകൂടെ കണ്ടപ്പോൾ ദുഃഖം സഹിക്കാനാകാതെ അവൾ ആ ഫോട്ടോ എടുത്ത് നിലത്തെറിഞ്ഞു. ഈ ശബ്ദം കേട്ട് ആ കുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് എല്ലാത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞ് ആ പൊട്ടിയ ഫോട്ടോയുടെ ചില്ലെടുത്ത് മരിക്കുന്നവരെയും ആ കുഞ്ഞിനെ കുത്തിക്കൊണ്ടേയിരുന്നു. അവസാനം രക്തം വാർന്ന് ആ കുഞ്ഞും മരിച്ചു. അതേ ചില്ലുകൊണ്ട് തന്നെ സ്വന്തം കഴുത്തറുത്ത് ഡെയ്സിയും മരിച്ചു. ഇതാണ് മറ്റൊരു കഥ. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇതോടുകൂടി ഒരുപാട് പേർ ഈ ബേബി ബ്ലൂ ചാലഞ്ച് കളിക്കാൻ തുടങ്ങി. പ്രധാനമായും പുറം നാടുകളിലാണ് ഇത് കളിക്കുന്നത്. നിങ്ങൾ ഇന്റർനെറ്റ് യൂട്യൂബിൽ നോക്കിയാൽ ഒരുപാട് വീഡിയോസ് കാണാം. കളിക്കുന്നത് മാത്രമല്ല, അതിനെ വീഡിയോ എടുത്ത് യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ നോക്കാം. ഈ ബേബി ബ്ലൂ ചാലഞ്ച് എങ്ങനെ കളിക്കണം എന്നുകൂടെ ഞാൻ പറയാം. ഇത് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കാരണം ഇന്റർനെറ്റിൽ തന്നെ, ഗൂഗിളിൽ തന്നെ വളരെ വ്യക്തമായി ഇതെങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യണം, അവസാനം എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഈ ഗെയിമിനായി 4 കാര്യങ്ങൾ പ്രധാനമായും ആവശ്യമാണ്. 4-ൽ ഒന്നാമത്തേത് ബാത്റൂം, രണ്ടാമത്തെ കാര്യം ഫ്ലഷ് ഉള്ള ടോയ്ലറ്റ്, മൂന്നാമത്തേത് കതക്, അടയ്ക്കാൻ സാധിക്കുന്ന, ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന കതക്, നാലാമത്തെ കാര്യം ആ ബാത്റൂമിനകത്ത് കണ്ണാടി ഉണ്ടായിരിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഈ 4 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഗെയിം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ ഗെയിമിനെ കുറിച്ച് പറയുമ്പോഴും നിങ്ങളത് ഇമാജിൻ ചെയ്ത് നോക്കുക. വളരെ വ്യക്തമായി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറയാം. ഇത് വളരെ ആപത്തായ ഒരു ഗെയിം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇത് കളിക്കരുത്. ഇനി ഇത് കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിരാവിലെയാണ് ഈ ഗെയിം കളിക്കേണ്ടത്.
അതായത് 2:45 മുതൽ 3 മണി വരെ. ഉച്ചയ്ക്കൊന്നും ഈ ഗെയിം കളിക്കാൻ സാധിക്കില്ല, വെറുതെ സമയം പാഴാകുമെന്ന് മാത്രം. ഇനി ഒരു വീട്ടിൽ വെച്ചാണ് ഈ ഗെയിം കളിക്കുന്നതെങ്കിൽ വീട്ടിലെ ലൈറ്റ് എല്ലാം തന്നെ അണയ്ക്കണം, ബാത്റൂമിലെ ലൈറ്റും അണയ്ക്കണം. ഇരുട്ടിൽ നിന്നാണ് ഈ ഗെയിം കളിക്കേണ്ടത്. ഇത് കഴിഞ്ഞ് ബാത്റൂമിനകത്തേക്ക് കയറി കതക് അടയ്ക്കണം, ലോക്ക് ചെയ്യണം. അങ്ങനെ നടന്ന് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിൽക്കണം. നമ്മൾ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കണം. അവിടെ നിന്നിട്ട് ബ്ലൂ ബേബി ബ്ലൂ ബേബി ബ്ലൂ ബേബി എന്ന് 13 തവണ പറയണം. ഈ ബ്ലൂ ബേബി എന്ന് 8ാമത്തെ തവണ പറയുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ചെറിയൊരു ഭാരം അനുഭവപ്പെടും. 9ാമത്തെ തവണ ആ ഭാരം കൂടും, 10ാമത്തെ തവണ വീണ്ടും കൂടും. അങ്ങനെ 11, 12, 13, 13ാമത്തെ തവണ അവസാനമായി നമ്മൾ ബ്ലൂ ബേബി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആരോ മാന്തുന്നത് പോലെ തോന്നും. ഒരു കുഞ്ഞ് തൻ്റെ കൈകൊണ്ട് മാന്തിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ തന്നെ പെട്ടെന്ന് ടോയ്ലറ്റിനുള്ളിലെ ആ കുഴിക്കുള്ളിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ എടുത്തെറിഞ്ഞ് ഫ്ലഷ് ചെയ്യണം. അങ്ങനെ തന്നെ തിരിഞ്ഞ് ബാത്റൂമിൻ്റെ കതക് തുറന്ന് പുറത്തേക്ക് വരണം. ഞാൻ എന്തിനാണ് കുഞ്ഞെന്ന് പറഞ്ഞത് എന്ന് ചിന്തിച്ചാൽ, നിങ്ങൾ ഈ 13 തവണ ബ്ലൂ ബേബി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നാൽ എങ്ങനെയാണ് ഇരിക്കുക, അതുപോലെയായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. പക്ഷെ നോക്കിയാൽ അങ്ങനെ കുഞ്ഞൊന്നും കാണില്ല. പക്ഷേ ഒരു തോന്നൽ മാത്രമായിരിക്കും നമുക്കുണ്ടാവുക. ആ മാന്തുന്നത് പോലുള്ള ഒരു അനുഭവം ഉണ്ടായാൽ ഉടൻ തന്നെ പെട്ടെന്ന് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്യണം. പെട്ടെന്ന്, ഈ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം. ഫ്ലഷ് ചെയ്തിട്ട് അങ്ങനെ തിരിഞ്ഞ് പുറത്തേക്ക് കടക്കണം. ഇനി പെട്ടെന്നല്ല, നിങ്ങൾ വളരെ പതിയെ താമസിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആപത്ത് അവിടെ മുതലാണ് തുടങ്ങുന്നത്. ആ കുഞ്ഞിൻ്റെ അമ്മയുടെ കയ്യിൽ നിങ്ങൾ അകപ്പെടും. ആ കണ്ണാടിയിൽ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ രൂപമുണ്ടായിരിക്കും. ആ കണ്ണാടിയിൽ ആ അമ്മ വന്ന് നിന്ന് നിങ്ങളെ നോക്കും. ആ സമയത്ത് ആ അമ്മയുടെ കുഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് പോലെയായിരിക്കും അവർക്ക് തോന്നുക. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ തിരികെ താ എന്ന് ആ അമ്മ പറയും. ഇത് കണ്ട് നിങ്ങൾ ഭയന്നു പോവുകയും സ്വയം മറന്ന് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. മനസ്സ് മുഴുവനും ഒന്നും കാണില്ല. എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ പോലും കാണില്ല. അങ്ങനെ സ്വയം മറന്ന് നിങ്ങൾ ആ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് അവിടെ നിൽക്കുന്ന സമയം കണ്ണാടിക്കുള്ളിലെ അമ്മയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങും. ദേഷ്യത്തിൽ നിലവിളിക്കാൻ തുടങ്ങും. ആ നിലവിളിയിൽ കണ്ണാടി തന്നെ പൊട്ടിത്തെറിക്കും. കൂടാതെ അമ്മ വന്ന് നിങ്ങളെ കൊല്ലുമെന്നും പറയുന്നു. ലോറ എന്ന ഒരു ചെറിയ പെൺകുട്ടി ഈ ബ്ലൂ ബേബി ചാലഞ്ച് കളിച്ചു ബാത്റൂമിനകത്ത് നിന്ന്. ഈ ചാലഞ്ച് കളിച്ചാണ് ആ കുഞ്ഞ് മരിച്ചത്, അതും ബാത്റൂമിനുള്ളിൽ തന്നെ. ഈ ഒരു സംഭവവും വളരെ വ്യക്തമായി തന്നെ ഇന്റർനെറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഗൂഗിളിൽ ചെന്ന് ഇത് നോക്കാവുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വളരെ ആപത്തായ ഒരു ഗെയിമാണ്, ആരും ഇത് കളിക്കരുതെന്ന്. പക്ഷെ ഒരുപാട് പേർ ഈ ബ്ലൂ ബേബി ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ചെയ്യുക മാത്രമല്ല, അത് വീഡിയോ എടുത്ത് യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്നും തന്നെ ഇല്ല, ഈ ഗെയിം കളിച്ചാലും ആരും അറിയില്ല, അമ്മയും അറിയില്ല, ആ കണ്ണാടിക്ക് മുന്നിൽ അങ്ങനെ ഒരു അമ്മ തന്നെ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ ഈ ഗെയിം കളിക്കുകയും സത്യത്തിൽ ആ കണ്ണാടിയിൽ അങ്ങനെ ഒരു രൂപം കാണുകയും ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അതിനാൽ ദയവ് ചെയ്ത് ആരും ഈ ഗെയിം കളിക്കരുത്. ഇതിലെല്ലാം എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് അറിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു നാടോടി കഥ മാത്രമാണ്. പക്ഷെ ഇതിൽ വിശ്വസിക്കുന്നവരുമുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. നിങ്ങൾ ഇതിൽ ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യുക. മാത്രമല്ല, ഈ ബ്ലൂ ബേബി ചലഞ്ച് ആരെങ്കിലും ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടോ, ഗെയിം കളിച്ചിട്ടുണ്ടോ, നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ്, അതും കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇത് കൂടാതെ മറ്റേതെങ്കിലും പാരനോർമൽ ഗെയിമിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.